നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബന്ധു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് റെസനേറ്റ് ആവുകയും നെഗറ്റീവ് എനർജിയെ നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയാനും സാധിക്കുന്നത് കേട്ടോ. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം നിങ്ങൾക്കിതിൽ നിന്ന് ഒരു എനർജിയും കണക്റ്റ് ചെയ്യാനും സാധിക്കുകയില്ല. കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബാഡ് കർമ്മ പോലുള്ള കാര്യങ്ങൾ കണക്റ്റഡ് ആകപ്പെടുകയും ചെയ്യും. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അതേത് രീതിയിലാണോ നമ്മൾ ആ ഒരു കാര്യത്തെ അട്രാക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും ആ ഒരു സംഭവം നമ്മളിലേക്ക് വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരാളുടെ സാന്നിധ്യം നമുക്ക് നെഗറ്റീവായിട്ടാണ് നമ്മൾ തോട്ട്സിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ നമ്മളോട് കാണിക്കുന്ന ബിഹേവ് അതുപോലെ തന്നെയായിരിക്കും. അത് മനസ്സിലാക്കുക. എന്ത് ഊർജ്ജത്തെയാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ കണക്റ്റ് ചെയ്യുന്നത് അതുപോലെയായിരിക്കും ആ ഒരു കാര്യം. ഇപ്പോൾ ഒരു ജോലിക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മനസ്സ് പറയുക, ഇത് ചിലപ്പോഴെങ്കിലും കിട്ടുമായിരിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലായിരിക്കും. ഇങ്ങനെ ചിന്തിച്ചാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതേസമയം നമ്മുടെ മനസ്സുകൊണ്ട് എനിക്കത് കിട്ടും, എനിക്കതിനുള്ള യോഗ്യതയുണ്ട്, ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ട്, ഞാനത് നേടിയെടുക്കും, എനിക്കത് കിട്ടിയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടോ, 100% ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കത് നേടാൻ സാധിക്കും. അതായത് നമ്മളുടെ മനസ്സിൻ്റെ പോസിറ്റിവിറ്റിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നെഗറ്റീവായിട്ടാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മളിലേക്ക് ആ ഒരു കാര്യം വന്നു ചേരുന്നത്. മണി അഫർമേഷൻസും വരാഹി മന്ത്രവും കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്ഥിരമുള്ള വ്യൂവേഴ്സാണല്ലോ നിങ്ങളെപ്പോഴും. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയാം എന്ന് വിശ്വസിക്കുന്നു. കറക്റ്റായിട്ട് ചെയ്യുക. ജീവിതത്തിൽ നിങ്ങൾക്കിടെ ആ ഒരു സ്റ്റക്കായി ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സ് നോക്കാം. ദ സ്ട്രെങ്ത് കാർഡ്, ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കി കഴിയുമ്പം ഡിസംബർ മാസക്കാരുടെയും ഓഗസ്റ്റ് മാസക്കാരുടെയും മാർച്ച് മാസക്കാരുടെയും എനർജിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു എനർജിയൊക്കെ വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇന്നത്തെ ദിവസം അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി കയറി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അതായത് ആ മാസങ്ങളിൽ ജനിച്ച വ്യക്തികളെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് കണക്റ്റ് ചെയ്യുന്നത്. ആ ഒരു മാസത്തിൽ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാസത്തിൻ്റെ ഒരു സ്റ്റാർ എനർജിയൊക്കെ അറിയാമല്ലോ. എന്താണെങ്കിലും സ്ട്രെങ്ത് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു മാനേജിങ് പവർ വരുന്നുണ്ട് എല്ലാ സിറ്റുവേഷൻസിനും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പോസിറ്റിവിറ്റി, നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു കൗണ്ട് ചക്ര ചേഞ്ചിങ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിധി മാറ്റി മറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് കണ്ട പല വ്യക്തികൾക്കും നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആയിരുന്നു എന്നും നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആയിരുന്ന ആളാണെന്നും നിങ്ങൾ എത്രത്തോളം നല്ല ഒരു പവർഫുള്ളായ വ്യക്തി ആയിരുന്നു എന്നും നിങ്ങൾ എത്രത്തോളം ബ്യൂട്ടി ആയിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് സ്ട്രെങ്ത് എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ, വളരെയധികം ബ്ലെസ്സിങ്സ് ഉള്ള, വളരെയധികം ദൈവിക അനുഗ്രഹങ്ങളുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്നു. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഫീലിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളെ വെറുപ്പോടു കൂടിയും അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച പല വ്യക്തികളുടെ ഉള്ളിലും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോടൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവാം. നിങ്ങളിൽ നിന്ന് മാറി നിന്നവർ, മുഖം തിരിച്ചവരൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്ന സാഹചര്യമാണ് കാണുന്നത്. വെറുതെ ഉണ്ടല്ല നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചിങ് വന്നിരിക്കുന്നത്. നിങ്ങൾ ജീവിത വിജയത്തിൻ്റെ ഒരേ പടവുകൾ കടന്ന് അവരെക്കാളും ഒരു പടി മുന്നിലേക്ക് പോകുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ
സമയത്താണോ നിങ്ങൾ സ്ട്രഗിളിങ്ങും കോൺഫ്ലിക്റ്റും ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചത്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ കുറേ കാലം കൊണ്ട് വളരെയധികം ഫൈറ്റിംഗ് ചെയ്യായിരുന്നു. പല വ്യക്തികളുമായിട്ട് നിങ്ങളെ ചേർത്ത് നിർത്തേണ്ട പല വ്യക്തികളുമായിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് നടന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഫൈറ്റിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച പല ദുഷ്ടശക്തികളും ഇപ്പോൾ പരാജയം സമ്മതിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കേട്ടോ നിങ്ങൾ നിൽക്കുന്നത്. എന്താണെങ്കിലും അതായത് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ ബാലൻസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിലുള്ള ചില കാര്യങ്ങളും നെഗറ്റീവാകുന്ന ചിലപ്പോൾ മുൻകോപമാകാം, മുഖത്തടിക്കും പോലെ സംസാരിക്കുന്നതാവാം, പോസിറ്റീവായിട്ട് കാണുന്ന സിറ്റുവേഷൻസിനെ പോലും ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്നൊരു ക്യാരക്ടറാവാം. നിങ്ങളിലും ആ ഒരു ചേഞ്ചിങ് വളരെ വ്യക്തമായിട്ടും വന്നു കഴിഞ്ഞ്, അതായത് മെച്യൂരിറ്റിയോടുകൂടി ഇമോഷണൽ ബാലൻസോടുകൂടി കാര്യങ്ങളെ ബിഹേവ് ചെയ്യാനും ശരിക്കും നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ പോസിറ്റീവായി കേട്ടോ. അതാണ് ഇവിടെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നവർ പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഹാർട്ട് ചക്ര എനർജി കണക്റ്റ് ആയി വരുന്നു, നിങ്ങൾക്കതൊരു പോസിറ്റിവിറ്റി ആയപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിന്നവരും നിങ്ങളെ ശത്രുതാഭാവത്തിൽ കണ്ടവരും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് മോശമായിട്ട് ചിന്തിച്ചവർ പോലും ഇപ്പം നിങ്ങളെ റെസ്പെക്റ്റോടു കൂടി നോക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ എന്താഗ്രഹിച്ചാലും, നിങ്ങൾ എന്തു ഫോക്കസ് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ എന്ത് പാഷനും നേടിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് എന്ന് ഡിവൈൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാലും ഇനി അങ്ങ് മുന്നോട്ടേക്കുള്ള ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ലൈഫിൽ സക്സസിൻ്റെ സമയമാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട്, നിങ്ങളൊരു ഇൻസ്പിറേഷൻ എനർജിയിലേക്ക് മാറുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്കിപ്പം ഗ്രോത്തിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ സമയമാണ്, ഒരു ലക്കി ടൈമാണ് കേട്ടോ നിങ്ങളുടേത്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാലം അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കാർഡിൽ തന്നെ ക്രൗൺ ചക്ര എനർജി ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതല്ല ഇനി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്, അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നൊരു ടൈം പീരീഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്യൂച്ചർ സക്സസ്, ഫ്യൂച്ചർ വരെ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒരു വിജയം നേടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അത് പോസിബിൾ ആണ് കേട്ടോ. നിങ്ങൾക്കത് അർഹമാകുന്നൊരു കാര്യമാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും ഡിവൈൻ നിങ്ങൾക്ക് നൽകും. പക്ഷേ നിങ്ങൾ വേണ്ടത് മാത്രം ആഗ്രഹിക്കുക, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ട്, അതായത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിൽ തന്നെ കണക്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ചീറ്റിങ്ങും കാര്യങ്ങളും ശത്രുദോഷങ്ങളും വന്നാൽ തന്നെ അതിനെല്ലാം മറികടക്കാനുള്ള മാർഗം നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാകും. നിങ്ങൾക്ക് അതിനുള്ള ഒരു പവർ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ദ മൂൺ എനർജി ആണ് കേട്ടോ. അതായത് ചില കാർമിക് സിറ്റുവേഷൻസുകൾ, ചില നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം, നിങ്ങളെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞ് നടന്ന വ്യക്തികളുടെ പ്രസൻസ്, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും എൻഡ് ആകുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു പൂർണ്ണമായ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ എനർജി പൂർണ്ണമായിട്ടും എൻഡ് ആകുന്ന സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളെ കുറ്റം പറഞ്ഞവരും നിങ്ങളെ കൂടുതലായിട്ട് ആവശ്യമില്ലാതെ ഉപദേശിക്കാൻ വന്നവരുമെല്ലാം പിന്മാറുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനിയുള്ള പോക്ക്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പാസ്റ്റിൽ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, അതുപോലെ നിങ്ങളെ മറ്റാരൊക്കെയോ കൂടുതലായിട്ട് നെഗറ്റീവ് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മറ്റെല്ലാവരും ഒഴിവാക്കുന്നു, നിങ്ങളെ മറ്റുള്ളവർ ഒരു വാല്യൂ ഇല്ലാതെ, നിങ്ങൾക്ക് കഴിവില്ലാത്തൊരു പേഴ്സണെ പോലെ നിങ്ങളോട് പെരുമാറുന്ന സിറ്റുവേഷൻസുകൾ, നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ഡാർക്ക് എനർജി ആയിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ആരെ സ്വാധീനിക്കണം, ആരെ കൂടെ ചേർത്ത് നിർത്തണം, ആരോടൊപ്പം നിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടന്നിങ്ങനെ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിച്ച സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിനി വരാൻ പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റീസാണ്. അതായത് ഒരു പ്രകാശമാണ്, ഒരു ഡോർ ഓപ്പണിംഗ് ആകുന്നു. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാഞ്ഞിട്ടും നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ അങ്ങ് സഹിച്ച്
സംബന്ധിച്ച് ഇതല്ലാണ്ട് മറ്റൊരു മാർഗമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലി ചേഞ്ചിങ് ചെയ്യാൻ പറ്റും. ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ടൈം മാറുകയാണ്. നിങ്ങൾക്ക് നല്ല ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചിലപ്പോൾ ഒരു സെൽഫായിട്ടൊരു ബിസിനസ് തന്നെ തുടങ്ങാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അതിനെല്ലാം പോസിറ്റീവാണ്. കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അലയുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് മുമ്പിൽ നിങ്ങൾ കൈ നീട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്കിനി അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. നിങ്ങളുടെ മനസ്സിനാണ് ഫസ്റ്റ് ചേഞ്ച് വരുത്തേണ്ടത്. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നിരിക്കുന്ന ഇമോഷണൽ ബാലൻസ് ആവണം എന്നാണ്. നിങ്ങൾ ഇമോഷണൽ ബാലൻസിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നൊരു പവർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു എനർജി പവർ, അതനുസരിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ ഓരോ ദിവസവും മുന്നോട്ടേക്ക് ഇറങ്ങി നടക്കുക എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ മുന്നിൽ സക്സസ് ആണ്, അബണ്ടൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഫെമിനിയൻ എനർജി നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ കൈകളിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കാര്യത്തിൻ്റെ പുറത്ത് ചെന്ന് പെട്ടുപോയിട്ടുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിഥ്യ എനർജി നിങ്ങളെ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച്. അതായത് ഒന്നെങ്കിൽ എന്തെങ്കിലും സ്ഥലം വാങ്ങാനോ വീട് വയ്ക്കാനോ അതല്ലെങ്കിൽ കരിയർ പരമാകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമോഷണലി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൻ്റെ പുറത്തോ നിങ്ങൾ ഒരു ഭൗതികമാകുന്ന, അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട ചില കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഒരു ഫെമിനിയൻ എനർജിയെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അവിടെ ഇപ്പം നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു സ്ട്രഗിളിങ് ചെയ്യുന്ന എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പെട്ട വ്യക്തികൾ ശരിക്കും ഒന്ന് വെയിറ്റിംഗ് ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങളത് മറ്റുള്ളവരോട് അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ട്രാപ്പിലാണ് എന്നുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരോട് ഷെയറിങ് ചെയ്യാതിരിക്കുക കേട്ടോ. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ നിങ്ങൾക്ക് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. അതിൻ്റെ ഒരു ടൈമുണ്ട്, ഒരു ഫ്യൂച്ചർ ടൈമിംഗ് ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിൽ നിന്നും മാറാൻ സാധിക്കുകയുള്ളൂ. തൽക്കാലം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലെ പ്രോബ്ലംസിന് അല്ലെങ്കിൽ ആ ഒരു അടിമത്വ എനർജിയെ നിങ്ങളൊന്ന് ഹൈഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങളെ കണക്ട് ചെയ്താണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടത്. എന്താണെങ്കിലും അതിലൊരു നെഗറ്റിവിറ്റി ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു ബ്ലോക്കേജ് ഉണ്ട്, ഒരു ബ്ലാക്ക് എനർജി നിൽപ്പുണ്ട്. അതിനൊരു ടൈം സമയമുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിൽ ചില വ്യക്തികൾക്ക് മൂവ് ഓൺ ചെയ്യാൻ. അങ്ങനെ ഉള്ളവരെന്ത് ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻസിനെ ഹൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുക. അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാമെന്നും ആ ഒരു പ്രശ്നത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താമെന്നും നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ സമയം പോസിറ്റീവാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർഗം യൂണിവേഴ്സ് കാണിച്ച് തരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് കുറച്ച് താമസം വന്നാലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. കാരണം അതൊരു ഡബിൾ എനർജിയാണ് കേട്ടോ. അത് നിങ്ങളെ പവർലോസ് ആക്കി കളയുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇരയാക്കപ്പെടേണ്ടതാകുന്ന ചില സിറ്റുവേഷൻസുകൾ പാസ്റ്റിലുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു വിധി ഉണ്ടായിരുന്നു, ഒരു കാർമിക് പരമാകുന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡിക്ഷൻ്റെ പുറത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോകുക എന്ന ഒരു യോഗം നിങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പെങ്കിൽ ചെറിയ രീതിയിൽ അപവാദം പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ മാനസിക വിഷമം അനുഭവിക്കേണ്ട മാനഹാനി പോലുള്ള സിറ്റുവേഷൻസുകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേരിടാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു കാണും. ആ സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് അതിജീവിക്കാൻ ഒന്നെങ്കിൽ നിങ്ങളൊരു ഹൈഡിങ് എനർജിയിലേക്ക് നിൽക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ മതപരമാകുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്ന ഒരു വ്യക്തിയുടെ ഗൈഡൻസ് തേടാവുന്നതാണ് കേട്ടോ. ചിലപ്പോൾ അതൊരു ബ്ലാക്ക് മാജിക് എനർജിയും കൂടി ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട്. ആ ഒരു ഫെമിനിയൻ എനർജിയുടെ ബന്ധനം അത് നിങ്ങളുടെ ജീവിതത്തിൽ കാലതാമസത്തെയാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചെറിയ വെല്ലുവിളി തന്നെയാണത്. പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളും അറിഞ്ഞുകൊണ്ട് ചെന്ന് പെട്ട ഒരു സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് ആ പെട്ടുപോയ വ്യക്തികൾ കേട്ടോ. പക്ഷേ അതിൽ നിന്ന് മോചനം നേടാൻ ഒന്നെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ മതപരമാകുന്ന വിശ്വാസത്തിലുള്ളൊരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത്, അതായത് നമ്മുടെ പുരോഹിതന്മാരായിട്ടുള്ള പ്രാർത്ഥനയിലൊക്കെ പ്രാധാന്യം കൊടുത്ത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ പോലും നമുക്കൊരു നേട്ടം നൽകുന്ന ഒരു ട്രഡീഷണൽ എനർജിയിൽ പോകുന്ന ഒരു പേഴ്സണുമായിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു അഡ്വൈസ് തേടുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു റിയൂണിയൻ എനർജി കണക്റ്റഡ് ആണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജി, ചില വിട്ടുവീഴ്ചകളുടെ സമയമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ
നിങ്ങളുമായിട്ട് ആരെങ്കിലുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇരുന്നത്, ചില ഫൈറ്റിംഗ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു റീയൂണിയൻ എനർജി, അതല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചകളും ചെയ്യാനും ഇമോഷണലി ഒരു പോസിറ്റിവിറ്റി ആവാനൊക്കെ പറ്റുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫാമിലി റിലേഷനിലായിക്കോട്ടെ, പ്രണയത്തിലായിക്കോട്ടെ, സൗഹൃദ ബന്ധത്തിലായിക്കോട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ടൊരു ഫൈറ്റിംഗ് കോൺഫ്ലിക്റ്റ് എനർജിയിലൂടെ പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു ചേഞ്ചിങ്, അവർ നിങ്ങളും തമ്മിൽ ഒരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡ് എനർജിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ അതൊരു ജഡ്ജ്മെൻറ്റാണ്, ഞാൻ പറഞ്ഞില്ല, ഒരു ഡിവൈൻ ജഡ്ജ്മെൻറ്റാണ്. ആ ഒരു സിറ്റുവേഷൻ സെൻഡ് ആവേണ്ട സമയമായി, പോസിറ്റീവായൊരു ഡിസിഷൻ എടുക്കേണ്ട ടൈമായി എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ ജസ്റ്റിസ് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കോടതിപരമായിട്ടോ മറ്റു പ്രശ്നങ്ങളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ്, ഭയങ്കര പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഒന്ന് എൻഡായി പോയിരുന്നു എങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങളൊരു നിയമ പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് വരുന്നു. അതായത് ഡിലേ ആയിരുന്ന, കുറേ വർഷങ്ങളായിട്ട് നിങ്ങളെ ചുറ്റിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കളയാൻ പോകുന്നു, അതല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവസാനിക്കുന്നു, അതൊരു പോസിറ്റീവ് എനർജിയോട് കൂടി അവസാനിക്കുന്നു. ചില നഷ്ടങ്ങൾ വന്നാലും ആ നഷ്ടങ്ങൾ ഒരു ലാഭം എനർജിയായിട്ട് തന്നെ കണ്ട് അവസാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നുണ്ട് കേട്ടോ, കരിയർ പരമാകുന്ന കാര്യങ്ങളിലും. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, ഒരു ന്യൂ പ്രോജക്റ്റിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് ബിസിനസ് പരമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചവരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയം, ഒരു സക്സസ്, ഒരു പോരാട്ടം നടത്തുന്ന സാഹചര്യം, ലൈഫ് സിറ്റുവേഷൻസിനെ ഒന്ന് നല്ല പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സ്ട്രഗിളിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോരാട്ടം നടത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് വരെ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, കോമ്പറ്റീഷൻ, നിങ്ങളോട് മത്സരിച്ച വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ, ടെൻഷൻ എനർജികൾ എല്ലാം അവസാനിച്ച് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ, ലൈഫിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു തോന്നൽ, വിജയിക്കുമെന്നും ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു എനർജിയിലേക്ക് മാറുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ശക്തമാകുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുടുംബപരമായിട്ട്, നിങ്ങളുടെ ഫാമിലിപരമായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബാഡ് കർമ്മ ഒരുപാട് എൻഡായി പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ടൈം ചേഞ്ചിങ് ആയതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾ, അത് ഫാമിലി ബേസിലാണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തോടുകൂടി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസിനെയൊക്കെ നിങ്ങൾ അതിജീവിക്കാൻ പറ്റാതെ, ഫിനാൻഷ്യലി പരമാകുന്ന പ്രശ്നങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഡൗൺ എനർജിയിൽ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്ന സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ്, ന്യായം ലഭിക്കുന്നു. അതായത് ഡിവൈനിൽ നിന്നും ഒരു അനുഗ്രഹം ലഭിക്കുന്ന സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എംപറർ എനർജിയിലേക്ക്, അതായത് കാര്യങ്ങളെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ച് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. കാരണം നിങ്ങളെടുത്ത എഫോർട്ടിൻ്റെ ഫലമാണ്. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റി ആകുന്നു എന്ന സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുന്നു. അതായത് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷനെയോ ബന്ധത്തെയോ ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് ആ ഒരു തിരിച്ചുവരവ്, ഒരു പേഴ്സൻ്റെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പാകത്തിന് ഒരു സ്ട്രെങ്ത് ഉള്ള പേഴ്സണായി, എന്താ പറയുക, ഒരു മാറ്റം, നിങ്ങൾ ആ ഒരു ഫെയിലിയർ ആയിപ്പോയ, നിങ്ങളുടെ റിലേഷനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ, നിങ്ങളുടെ ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങൾക്ക് ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസിൽ എത്തി എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരുന്ന ചില വ്യക്തികളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും
മാറി തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയ വ്യക്തികളുടെ തിരിച്ചുവരവിൻ്റെ ടൈമാണ് കേട്ടോ. ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ടാകുന്ന ഒരു സമയം കാണുന്നുണ്ട്. അതുപോലെ ഉടനെ അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റുന്ന സമയം നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത ചില സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങളോട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഹാപ്പി എനർജി, ഹാപ്പി ഫാമിലി എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ പാസ്റ്റിലെ ചില പ്രശ്നങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വീർപ്പ് മുട്ടിയിരുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കാനായിരിക്കാം, തുറന്നൊരു ഇമോഷൻസ് പ്രകടിപ്പിക്കാനായിരിക്കാം. ഇതൊന്നും സാധിക്കാത്ത വിധം സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ റിലേഷനിലായിക്കോട്ടെ, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജി കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബ്ലോക്കേജ് ഒക്കെ മാറുകയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകളൊക്കെ ചേഞ്ച് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹാപ്പി ഫാമിലി എനർജി, അതായത് കുടുംബപരമായിട്ടൊക്കെ നിങ്ങൾ രണ്ട് ദിശയിലേക്കൊക്കെ പോയിട്ടുള്ള വ്യക്തികൾക്ക് കൂടിച്ചേരാൻ പറ്റുന്ന ഒരു സമയമൊക്കെയാണ് നിങ്ങളുടെ കാലത്തിൻ്റെ ഒരു ചേഞ്ചിങ് കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്ത് നിന്നിരുന്നത്, ആ കാര്യങ്ങൾ, ആ പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളിൽ നിന്നും അവസാനിക്കും. നിങ്ങൾക്ക് പുതിയ ഒരു സാഹചര്യം, ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മോടൊപ്പം കൂടുകയും ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.